ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വർക്കിനായിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസ് ആയിട്ട് വന്നു. ജനറൽ സർവീസ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് സെൽഫ് എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ചെക്കപ്പ്, പൊല്യൂഷൻ ടെസ്റ്റ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം, മിറർ അഡ്ജസ്റ്റിങ്. റണ്ണിങ്ങിൽ സ്ലോ സ്പീഡിൽ വണ്ടി ഓഫ് ആവുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ടയർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് റണ്ണിങ്ങിൽ ഓഫ് ആവുന്ന ഒരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ പെട്രോളുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. അത് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അസംബ്ലി അഴിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാർബറേറ്ററിന് തൊടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കാർബറേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണ പക്ഷം സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു 10 വണ്ടി ചെയ്യുകയാണെങ്കിൽ ഒരു 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റ് ആവുന്നുണ്ട്. അതായത് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി അതിനുള്ള പ്രശ്നമൊന്നും തോന്നണില്ല. അപ്പോൾ തൽക്കാലം നമ്മളിതിന് ട്യൂൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. കാർബറേറ്റർ അഴിക്കുന്നില്ല കേട്ടോ. കാരണം അഴിച്ച ഒരു പക്ഷേ നമ്മൾ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടി വരും. ഓൾറെഡി കാർബറേറ്റർ അസംബ്ലി ഷോർട്ടേജാണ്, കിട്ടാനും ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ കയറ്റിയിട്ടുണ്ട്. പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയിരുന്നു, പൊല്യൂഷൻ പാസ്സായിട്ടുണ്ട്. പിന്നെ സർവീസിൻ്റെ വർക്കുകളാണ്. നമ്മളിപ്പോൾ കിലോമീറ്റർ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ 26,707 26,707 കിലോമീറ്റർ റീഡിങ് മീറ്ററിൽ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു, അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട്. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി കുറേ കൂടി ഓടാനുണ്ട്. അതേപോലെ ഹബ്ബ് വേറെ പറയത്ത കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്. അപ്പോൾ ബാക്ക് വീലുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമോ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അടുത്ത സർവീസിൽ ലൈനർ നമുക്ക് മാറ്റി പുതിയത് ഇടേണ്ടതായിട്ട് വരും. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്തു. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, പുത്തൻ ഫിൽറ്ററാണ്, ഹോണ്ടയുടെ കമ്പനി ഫിൽറ്ററാണ് കിടക്കുന്നത് കേട്ടോ. ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. ചെറുതായിട്ട് പൊടിയുണ്ട്, ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാവുന്നുള്ളൂ. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ് ജനറൽ സർവീസിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അയച്ചാനാണ് നമ്മൾ ഓരോ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണേ, കാര്യമായിട്ടുള്ള പൊടിയോ കാര്യങ്ങളില്ല, ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ, ഡാമേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല. പിന്നെ എൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, ഇതൊക്കെ CVT ക്ലച്ചിൻ്റെ ഓരോ പാർട്സുകളാണ് ഈ വന്ന ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നിലവിലില്ല. ക്ലച്ചൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട്. അതേപോലെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. ക്ലച്ചിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ജനറൽ സർവീസിൽ നമ്മൾ പീരിയോഡിക് സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ചെക്കപ്പിന് വേണ്ടി അഴിച്ചാലാണ്. നിലവിൽ ചെക്ക് ചെയ്ത് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ സൈഡൊക്കെ നോക്കി വേറെ പറയത്തൊക്കെ ലീക്കേജ് ഒന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ കാർബറേറ്ററിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മൾ തൊടുന്നില്ല. കാരണം കാർബറേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വരുന്നില്ല. കാർബറേറ്റർ ക്ലീൻ ചെയ്യുകയെന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് ആ റണ്ണിങ്ങിൽ ഓഫ് ആവുന്ന കംപ്ലയിൻ്റൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാർബറേറ്റർ അഴിച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് നമ്മൾ കാർബറേറ്റർ അഴിക്കേണ്ടതെന്ന് പറയുന്നത്. പരമാവധി ട്യൂണിങ്ങിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ. പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഇല്ല. ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുന്നുണ്ട്, വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഗ്രീൻ ബുഷൊക്കെ നമുക്ക് ഇത് തന്നെ മതി. ലിങ്കിൻ്റെ ബുഷ് നോക്കുമ്പോൾ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അഴിച്ചിട്ട് അതിൻ്റെ കോളർ മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കോൺസെപ്റ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഇല്ല. നമുക്ക് ഇതുമായി ഇരിക്കുന്ന ബാറ്ററി 2024 ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി, 12.70 റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 6 വോൾട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് സെൽഫ് എടുക്കാത്തത്. അപ്പോൾ ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണ് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാറുള്ളൂ. അതുകൂടാതെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ചില സമയങ്ങളിലാണ് സെൽഫ് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റാണ്. അതും കൂടി നമുക്ക് മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ബാറ്ററിയും അതിൻ്റെ സ്വിച്ചെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ടയർ നമ്മൾ മാറ്റി പുതിയത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അത് കമ്പനി മോഡൽ, ഈ മോഡൽ തന്നെ കിട്ടുമെന്ന് നോക്കാം. ഒന്നോലെ MRF അല്ലെങ്കിൽ അപ്പോളോ, ഇതിനകത്ത് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് സെറ്റ് ചെയ്യാം. അത് സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അതുണ്ടെങ്കിലാണ് നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പിന്നീട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ മാറ്റാനായിരിക്കും ബെറ്റർ. ഞാനത് ഉണ്ടോയെന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് അതും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പുതിയ പ്ലഗ് കിടക്കണേ, എയർ ഫിൽറ്റർ മാറ്റിയിട്ടാണ് പ്ലഗ്ഗാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, അത് മൊത്തം പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത് സ്പോഞ്ച് മോഡലാണ്. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റണം, അതെന്തെങ്കിലും മാറ്റിയിടണം. ഏകദേശം ഒരു 50 രൂപ താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ. അത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിലും മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സർവീസിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം.
അതിനകത്ത് നമ്മൾ ബാറ്ററി ടയർ അടക്കം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഇടണത്. ബാറ്ററി ടയർ എഞ്ചിൻ ഓയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടണേ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. വാഷിംഗ് അടക്കം തീർന്നു വരുമ്പോൾ ഏകദേശം ഒരു 7 മണി ചുരുങ്ങിയത് ഒരു 7 മണിയെങ്കിലും. അപ്പോൾ ഞാൻ എന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതിന് ശേഷമാണ് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ.